അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 16 വ്യാഴാഴ്ച. വനിതാ സംവരണ ഭേദഗതിയുടെ മറവിൽ മണ്ഡല പുനർനിർണയ നിയമം കൂടി പാസാക്കാനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ അനുമതി. പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം വോട്ടെടുപ്പിലൂടെയാണ് അനുമതി നേടിയത്. അനുകൂലിച്ച് 251 പേരും എതിർത്ത് 185 പേരും വോട്ട് ചെയ്തു. ലോക്സഭാ അംഗബലം 543 നിന്ന് 815 വർദ്ധിക്കുമെന്നും 23% സംവരണം ചെയ്യുന്നതിനാൽ 272 സീറ്റുകൾ സ്ത്രീകൾക്കാകുമെന്നും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ബില്ലിനെ പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്തു. ലോക്സഭയിൽ ഇന്നും നാളെയും ചർച്ച. രാജ്യം അമ്മമാരെയും സഹോദരിമാരെയും ആദരിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആവേശത്തോടെയാണ് വനിതാ സംവരണ നിയമം പാസാക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ പാർട്ടികളും ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടപ്പാക്കി രാജ്യത്തെ ഭരണം എല്ലാ കാലത്തും നിലനിർത്താനാണ് BJP വ്യാമോഹിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വനിതാ സംവരണത്തെ എതിർക്കുന്നില്ല, എന്നാൽ ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് വേണുഗോപാൽ വിമർശിച്ചു. മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട്ടിൽ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് കരിങ്കൊടി പ്രതിഷേധം. DMK പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി ബില്ല് കത്തിക്കും. നിയമസഭാ വോട്ടെടുപ്പ് 23-ന് നടക്കാനിരിക്കെ മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 69,000 രൂപയായി ഉയർത്താൻ 8ാം ശമ്പള കമ്മീഷൻ ശുപാർശ. ശമ്പള നിർണയത്തിനായി 3.83 ഫിറ്റ്മെന്റ് ഫാക്ടർ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ പ്രാബല്യത്തിലാക്കണമെന്ന നിർദ്ദേശവുമായി നാഷണൽ കൗൺസിൽ ഓഫ് ജോയിന്റ് കൺസൾട്ടേറ്റീവ് മെഷീനറിയുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. ക്രിമിനൽ കോടതികളിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നവർ സ്വന്തം പേരിലുള്ള മറ്റ് ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളും നൽകണമെന്ന് ഹൈക്കോടതി. സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് സംസ്ഥാനത്തും ഈ പുതിയ സംവിധാനം നടപ്പാക്കുന്നത്. ജാമ്യാപേക്ഷ നൽകുന്നവർക്കെതിരെ മറ്റു കേസുകളുണ്ടോ, വാറന്റ് ഉൾപ്പെടെ നടപടികളുണ്ടോ, പ്രഖ്യാപിത കുറ്റവാളിയാണോ തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന വ്യവസ്ഥ നിർബന്ധമായും പാലിക്കണമെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിമാർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം നീളുന്നു. ആദ്യഘട്ടത്തിലെ 178 വീടുകളിൽ 40 വീടുകൾ മാത്രമാണ് താമസയോഗ്യമായതെന്ന് ജില്ലാ ഭരണകൂടം. മറ്റ് ഘട്ടങ്ങളിലെ നിർമ്മാണത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ദുരന്തബാധിതരായ 1184 പേർക്കുള്ള 9,000 രൂപ സഹായവും മുടങ്ങി. ദുരന്തബാധിതർക്കുള്ള ഫുഡ് കൂപ്പണുകൾ ലഭിച്ചില്ലെന്നും പരാതിയുണ്ട്. ഇറാനിയൻ കപ്പലിൽ 12 മലയാളികൾ ഇറാൻ തുറമുഖത്ത് കുടുങ്ങി. എഞ്ചിൻ ടെക്നീഷ്യനായ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി ജെറിൻ ജോർജ് അടക്കമുള്ളവരാണ് 45 ദിവസമായി ഇറാനിൽ കുടുങ്ങിയത്. ഇവരെ രക്ഷിച്ച് നാട്ടിലെത്തിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് അവരുടെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയും വാഗ്വാദവും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേര് മുന്നോട്ട് വെച്ച
കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് താൻ അഭിപ്രായം പറയുന്നില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. പൊതുജനമധ്യത്തിൽ എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പരസ്യാഭിപ്രായ പ്രകടനം ശരിയല്ല. അഭിപ്രായങ്ങൾ പറയേണ്ടത് പാർട്ടി വേദികളിലാണ്. ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളല്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏതെങ്കിലും നേതാക്കളെ അനുകൂലിച്ച് പ്രചാരണം നടത്തുന്നത് ആരു ചെയ്താലും ശരിയല്ലെന്ന് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ. ഇതിനൊക്കെ നടപടിക്രമങ്ങളുണ്ട്. ഫലം വന്നതിനു ശേഷം യോഗം ചേർന്നാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ നേരിട്ട് ഇടപെടില്ലെന്നും ആർക്കും പരസ്യ പിന്തുണ ഇല്ലെന്നും മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും മുസ്ലിം ലീഗ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ അളവ് ആശങ്കാജനകമായ രീതിയിൽ ഉയരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കൊല്ലം, പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാദ വിവാഹത്തിൽ പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴി രേഖപ്പെടുത്താൻ മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിലെത്തി. കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തുന്നത്. പീഡനക്കേസിൽ IT വ്യവസായി വേണുഗോപാലകൃഷ്ണന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത്. വിഷു ആഘോഷങ്ങൾക്കിടെ കയ്യിലിരുന്ന പടക്കം പൊട്ടി യുവാവ് മരിച്ചു. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ദിലീപാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ്ക്കെതിരെ വീണ്ടും കേസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ചാണ് മാമ്പലം പോലീസ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമായിരുന്നു പോലീസ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് വിജയുടെ റോഡ് ഷോ ആയി മാറ്റിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പരാതി നൽകിയത്. മഹാരാഷ്ട്ര നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിലെ ലൈംഗികാതിക്രമ മതപരിവർത്തന കേസുകളിലെ വിവരങ്ങൾ പോലീസ് NIAക്ക് കൈമാറി. ഒരു യുവതി ഉൾപ്പെടെ അറസ്റ്റിലായ 8 പ്രതികൾക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. TCS ഓഫീസ് അടച്ചു. ജീവനക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ തുറന്ന കോടതിയിൽ വാദമില്ല. ചേംബറിലാണ് വാദം കേൾക്കുക. കേസിലെ പ്രതിയായ ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ UAPA ചുമത്തിയാണ് ഉമർ ഖാലിദ് ജയിലിൽ കഴിയുന്നത്. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക 10,000 സൈനികരെ കൂടി അയക്കുമെന്ന് ദ വാഷിംഗ്ടൺ പോസ്റ്റ്. ഇതോടെ ഇറാനെതിരെ സജ്ജമായിരിക്കുന്ന US സൈനികരുടെ എണ്ണം 20,000 ആകും. വിമാനവാഹിനി കപ്പലായ ജോർജ് H.W. ബുഷിൽ 6,000 സൈനികരും ബോക്സർ ആംഫിബിയസ് റെഡി ഗ്രൂപ്പിന്റെ ഭാഗമായ 4,200 സൈനികരുമാണ് ഇപ്പോൾ എത്തുന്നത്. ബാൾട്ടിക് കടലിലെ റഷ്യയുടെ പോർട്ടോവയ പ്ലാന്റിൽ നിന്ന് LNG കപ്പൽ ഇന്ത്യയിലേക്ക്. കുൻപെങ് എന്ന കപ്പൽ ദഹേജ് LNG ടെർമിനലിൽ എത്തുമെന്നാണ് വിവരം. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന US നിർദ്ദേശത്തിന് ശേഷമുള്ള റഷ്യയിൽ നിന്നുള്ള ആദ്യ LNG കപ്പലാണിത്. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം തുടർന്നാൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്ന് ഇറാൻ. ഇറാന്റെ 10 എണ്ണക്കപ്പലുകൾ തടഞ്ഞെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. അമേരിക്ക ഇറാൻ 2ാം വട്ട ചർച്ചയുടെ ഭാഗമായി പാക് സൈനിക മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനിലെത്തി. ഹോർമൂസ് തുറക്കണമെന്ന അന്താരാഷ്ട്ര താൽപര്യത്തിനൊപ്പമാണ് തങ്ങളെന്ന് ചൈന. ഇറാന്റെ സുരക്ഷയും പരമാധികാരവും മാനിക്കണമെന്നും ചൈന ചൂണ്ടിക്കാട്ടി.
ലഷ്കർ-ഇ തൊയ്ബ സ്ഥാപകാംഗമായ ഭീകരൻ അമീർ ഹംസയ്ക്ക് വെടിയേറ്റു. പാകിസ്ഥാനിലെ ലാഹോറിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് സമീപത്ത് വെച്ചാണ് വെടിയേറ്റത്. ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില കുരുക്ക്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഓരോ ഗോളടിച്ച് ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ പിരിഞ്ഞു. ആരാധകരായ മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ബഹിഷ്കരിച്ചതോടെ ഗാലറിയിൽ കസേരകൾ ഒഴിഞ്ഞുകിടന്നു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ലിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതുമൂലം കാംബ്ലിക്ക് കടുത്ത മറവി രോഗം ബാധിച്ചിട്ടുണ്ട്. നിലവിൽ താനെയിലെ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അപകടനില തരണം ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.